വൃദ്ധമാതാവിന്റെ മരണത്തിൽ ബന്ധുക്കൾ സംശയം ഉന്നയിച്ചതിനെ തുടർന്ന് ഖബർസ്ഥാൻ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം നടത്തി. വർക്കല ഇടവ തെരുമുക്ക് ഐഷാസിൽ പരേതനായ അധ്യാപകനും സാംസ്കാരിക പ്രവർത്തകനുമായ മുഹമ്മദ് ബഷീറിന്റെ ഭാര്യ ഹലീമ ബീവിയുടെ മരണത്തിലാണ് മക്കളും മറ്റു ബന്ധുക്കളും ഹോം നഴ്സിനെ സംശയമുന്നയിച്ച് പോലീസിൽ പരാതി നൽകിയത്. ഇതിനെ തുടർന്നാണ് കഴിഞ്ഞ ദിവസം ഇടവ ആലിമൂട് വലിയ പള്ളിയിലെ ഖബർസ്ഥാൻ തുറന്ന് മൃതദേഹം പുറത്തെടുത്ത് പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടം നടത്തിയത്. ശേഷം വൈകുന്നേരത്തോടെ മൃതദേഹം വീണ്ടും കബറടക്കി. ഇക്കഴിഞ്ഞ 1-നാണ് ഹലീമ ബീവി മരണപ്പെട്ടത്. 5 വർഷം മുന്നേ ശ്വാസകോശം ചുരുങ്ങിയ രോഗം ബാധിച്ചതിനാൽ കൃത്രിമ ഓക്സിജന്റെ സഹായത്തോടെയാണ് ഹലീമ ബീവി കഴിഞ്ഞു വന്നത്. ഒപ്പം വാർദ്ധക്യ സഹജമായ അവശതകൾ കൂടിയായപ്പോഴാണ് മക്കൾ ഏജൻസി വഴി ഹോം നഴ്സിനെ നിയമിച്ചത്. കൊല്ലം ചവറ സ്വദേശിയായ ഹോം നഴ്സ് ഏപ്രിൽ 16 മുതലാണ് ഇടവയിലെ ഹലീമ ബീവിയുടെ വീട്ടിൽ താമസിച്ച് പരിചരിച്ചു വന്നത്. ഇവർ ഇരുവരും മാത്രമാണ് വീട്ടിൽ താമസിച്ചു വന്നത്. ഈ മാസം 1-ന് രാവിലെയാണ് ഹലീമ ബീവി മരിച്ചുവെന്ന വിവരം ഹോം നഴ്സ് ഫോൺ വഴി ബന്ധുക്കളെ അറിയിച്ചത്. മരണം കഴിഞ്ഞ് 6-ാം നാളാണ് ഹലീമ ബീവിയുടെ രേഖകൾ സൂക്ഷിക്കുന്ന ബാഗ് ബന്ധുക്കൾ പരിശോധിച്ചത്. ബാഗിൽ ഹലീമ ബീവി സൂക്ഷിച്ചിരുന്ന സ്വർണ്ണാഭരണങ്ങളായ മാല, കമ്മൽ, വള, മോതിരങ്ങൾ എന്നിവ കാണാനുണ്ടായിരുന്നില്ല. മാത്രവുമല്ല, ഹോം നഴ്സിന്റെ ബാഗ് പരിശോധിച്ചപ്പോൾ ഈയടുത്ത് ഹലീമ ബീവിയുടെ മകൻ ഗൾഫിൽ നിന്നും കൊണ്ടുവന്ന സാധനങ്ങൾ മിക്കതും ഒളിച്ചുവെച്ച നിലയിൽ ബന്ധുക്കൾ കണ്ടെടുക്കുകയും ചെയ്തു. ഇതേ തുടർന്ന് ഹോം നഴ്സിൽ സംശയം തോന്നിയ ഹലീമ ബീവിയുടെ ബന്ധുക്കൾ ചോദ്യം ചെയ്തെങ്കിലും ഇവർ ഒഴിഞ്ഞു മാറുകയായിരുന്നു. ഹലീമ ബീവിയുടെ ATM കാർഡുമായി ഇടവയിലെ ബാങ്കിലെത്തിയ മകൻ ATM ഉപയോഗിച്ച് പണം പിൻവലിച്ചതായി കണ്ടെത്തി. ഏപ്രിൽ 19-ന് 10,000 രൂപ, 21-ന് 10,000, 24-ന് 5,000, 28-ന് 5,000 എന്നിങ്ങനെയാണ് പിൻവലിച്ചിട്ടുള്ളത്. ബന്ധുക്കൾ ചോദ്യം ചെയ്തപ്പോൾ 5,000 രൂപ ഹലീമ ബീവി പറഞ്ഞ പ്രകാരം ബാക്കി പണം താൻ പിൻവലിച്ചതാണെന്നും ഹോം നഴ്സ് പറഞ്ഞു. ഇതിനെ തുടർന്നാണ് ഹലീമ ബീവിയുടേത് സ്വാഭാവിക മരണമല്ലെന്ന സംശയം ബന്ധുക്കൾക്കുണ്ടായത്. ഒരു ഹോം നഴ്സിനെ ഞങ്ങൾ വീട്ടിൽ ഉമ്മായെ നോക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. 16-ാം തീയതിയാണ് അവർ വന്നത്. കഴിഞ്ഞ മാസം 16-ാം തീയതി. സംഭവം ഉമ്മ മരണപ്പെടുന്നത് 1-ാം തീയതിയാണ്. 1-ാം തീയതി വെളുപ്പാങ്കാലത്ത് 6 മണിക്കാണ് ഇവർ വിളിച്ച് ഞങ്ങളെ ഇൻഫോം ചെയ്യുന്നത്. ഉമ്മ അങ്ങനെ അനക്കമില്ലാതെ കിടക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ മാമയെ വിളിച്ചാണ് അറിയിക്കുന്നത്. തൊട്ടടുത്ത് താമസിക്കുന്ന എന്നെ വിളിക്കാതെ മാമയെ വിളിച്ചു. മാമ എന്നെ വിളിച്ചു. അത് പ്രകാരം ഞാൻ ഓടി വീട്ടിൽ വന്നപ്പോൾ ഉമ്മ ചലനം അറ്റ സ്ഥിതിയിൽ കിടക്കുകയാണ്. ഞാൻ പൾസൊക്കെ പിടിച്ചു നോക്കി. ഉമ്മ മരണപ്പെട്ടു. എൻ്റെ വൈഫ്, ഇതിന് സംശയമായ കാര്യം എന്ന് പറഞ്ഞാൽ, എൻ്റെ വൈഫ് ഉമ്മയുടെ ബാഗ് തിരക്കുന്നുണ്ടായിരുന്നു. ബാഗ് എവിടെയാണെന്ന് ചോദിച്ചപ്പം ആ സ്ത്രീ പറയുന്നത് സേഫായിട്ട് ഉണ്ട്, എൻ്റെ കയ്യിലുണ്ടെന്നാണ് പറയുന്നത്. പിന്നെ നമ്മൾ മരണ ചടങ്ങുകളിലേക്കൊക്കെ കടന്നപ്പം അന്വേഷിക്കാൻ പറ്റിയില്ല. അത് പ്രകാരം 6-ാം തീയതി ഞങ്ങൾ ആ സ്ത്രീയെ വിളിച്ചിട്ട് ചോദിക്കുന്നു, ഉമ്മയുടെ ബാഗ് എവിടെയെന്ന് ചോദിക്കുന്നു. ലേഡി ബാഗുമായിട്ട് വന്നു. നമ്മൾ ചെക്ക് ചെയ്യുമ്പം അതിൻ്റെ അകത്തെ സ്വർണ്ണങ്ങൾ കാണുന്നില്ല. അങ്ങനെ നമ്മൾ സംശയം തോന്നി. ATM കാർഡ് കൊണ്ടുപോയി ബാങ്കിൽ പതിപ്പിച്ച്, അതായത് പാസ്ബുക്ക് പതിപ്പിച്ചപ്പോൾ 4 തവണയായിട്ട് ഈ സ്ത്രീ പൈസ വിഡ്രോ ചെയ്തു. അത് അവർ സമ്മതിച്ചതുമാണ്. 4 തവണ വിഡ്രോ ചെയ്തു. പക്ഷേ അവർ പറയുന്നത് ഉമ്മ പറഞ്ഞിട്ടാണ് ഞാൻ പോയി പൈസ എടുത്തതെന്നും 5,000 രൂപയാണ് ഉമ്മ ആവശ്യപ്പെട്ടത്, 10,000 രൂപ എടുത്തെന്നൊക്കെയാണ് പറയുന്നത്. ഉമ്മ മരണപ്പെട്ടു പോയി, നമുക്കെൻ്റെ സത്യാവസ്ഥ അറിയത്തില്ല. പക്ഷേ എന്തായാലും അവർ സമ്മതിച്ചു. 30,000 രൂപ എടുത്തെന്ന് അവർ സമ്മതിച്ചിട്ടുണ്ട്. എൻ്റെ അനിയൻ ഇപ്പം അവരെ ബാഗ് പരിശോധിച്ചപ്പം എൻ്റെ അനുജൻ കൊണ്ടുവന്ന കുറേ അധികം സാധനങ്ങൾ ആ ലേഡിയുടെ ബാഗിൻ്റെ അകത്തുണ്ടായിരുന്നു. അതും നമുക്ക് ഒരു സംശയം നൽകിയിട്ടുണ്ട്. ബാങ്കിൽ നിന്ന് പൈസ വിഡ്രോ ചെയ്ത മെസ്സേജുകൾ ഈ സ്ത്രീ ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. ഓൾ ഡിലീറ്റ് കൊടുത്ത് ഡിലീറ്റ് ചെയ്തിട്ടുണ്ട്. സ്വർണ്ണങ്ങൾ കാണുന്നില്ല. അനിയൻ്റെ സാധനങ്ങളെല്ലാം അവരെ ബാഗിലിരിക്കുന്നു. ഇതെല്ലാം നമുക്ക് സംശയം ഉളവാക്കിയ ഒരു കാര്യമാണ്. അവർ അയിരൂർ പോലീസിൽ പരാതി നൽകുകയും പോലീസ് 174-ാം വകുപ്പ് പ്രകാരം സംശയാസ്പദമായ മരണത്തിന് കേസെടുക്കുകയും ചെയ്തു. തുടർന്ന് ഹലീമ ബീവിയുടെ ബന്ധുക്കൾ മോഷണം ആരോപിച്ചും മാതാവിന്റെ മരണത്തിൽ ഹോം നഴ്സിൽ സംശയം പ്രകടിപ്പിച്ചും വീണ്ടും പോലീസിൽ പരാതി നൽകി. ഇതേ തുടർന്നാണ് ഹലീമ ബീവിയുടെ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പുറത്തെടുത്തത്. പോസ്റ്റ്മോർട്ടം ഫോറൻസിക് പരിശോധനകളുടെ വിശദമായ റിപ്പോർട്ടിന്മേലാവും പോലീസിന്റെ തുടർ നടപടികൾ ഉണ്ടാവുക. ഭാരത് ഭൂഷൺ, വർക്കല.